ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ ആ പ്രത്യേകതകളുടെ പേരിലല്ല അവരറിയപ്പെടുന്നത്. ഞാൻ ചില സൂചനകൾ നൽകാം, തിരിച്ചറിയൂ നിങ്ങൾ അതിഥിയെ. മധ്യ കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ജനിച്ചത്. പ്രകൃതിയെ ഒരുപാട് സ്നേഹിച്ചൊരു പെൺകുട്ടി. പൂവിനോടും പൂത്തുമ്പിയോടും കഥ പറഞ്ഞു നടന്നിരുന്ന ബാല്യം. മാനത്ത് മഴക്കാറ് കൊള്ളുമ്പോൾ അത് ആ കുട്ടിയുടെ ഹൃദയത്തെയാണ് മൂടിക്കെട്ടിയിരുന്നത്. ഏകാന്തതയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു ആ പെൺകുട്ടി. ചെറുപ്പത്തിലെ ഒരു ഗായികയാകാനായിരുന്നു മോഹം. ശാസ്ത്രീയ സംഗീതം പഠിച്ചു, അറിയപ്പെടുന്ന പാട്ടുകാരിയായി. പേരിനോടൊപ്പം സ്ഥലപ്പേര് കൂടി ചേർത്താണ് പിന്നീട് ആ പെൺകുട്ടി അറിയപ്പെട്ടത്. മനസ്സിലായോ? ജീവിതയാത്രയിൽ ആ കുട്ടി എത്തപ്പെട്ടത് ആദ്യം നാടകവേദിയിലായിരുന്നു. അവിടെ നിന്ന് പിന്നീട് മലയാള സിനിമയിലെത്തി. ഇപ്പോഴും മനസ്സിലായില്ല? കഴിഞ്ഞ 30 വർഷമായി മലയാള സിനിമയുടെ സജീവ സാന്നിധ്യമായിരുന്ന ആ പെൺകുട്ടിയെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതാ ഈ ഫോട്ടോ ശ്രദ്ധിക്കും. മനസ്സിലായോ? കവിയൂർ പൊന്നമ്മ. കഴിഞ്ഞ 30 വർഷമായി മലയാള സിനിമയിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മെ സ്നേഹിച്ച, നമ്മെ ശകാരിച്ച, നമുക്ക് താരാട്ട് പാടിത്തന്ന നമ്മുടെ പ്രിയങ്കരിയായ അമ്മ, സ്നേഹത്തോടെ നമ്മളെല്ലാവരും പൊന്നമ്മ ചേച്ചി എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി കവിയൂർ പൊന്നമ്മ. ചേച്ചിയുടെ ചില പഴയ സ്മരണകൾ, പണ്ടത്തെ ചില ഓർമ്മകൾ, അതായിക്കോട്ടെ ആദ്യം. ആയിക്കോട്ടെ. അങ്ങനത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ചില ചിത്രങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം. നമുക്കൊന്നും പരിചയമുള്ളതല്ല ഈ ചിത്രങ്ങളെങ്കിലും ഇത് കാണുമ്പോൾ നമുക്കും ഓർമ്മ വരും അല്ലേ? നമ്മുടെയൊക്കെ ബാല്യം. നമുക്കെല്ലാവർക്കും ഉണ്ട് ഇത്തരം ഓർമ്മകൾ, അനുഭവങ്ങൾ. നമുക്ക് ചേച്ചിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ആദ്യം കാണിച്ച പെൺകുട്ടി ആരാ? അത് ഞാനാ. ഇപ്പം എനിക്ക് തന്നെ ഒരു സംശയം, അത് ഞാനാണ്. അതായത് കൊച്ചിലെ സംഗീതം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ സംഗീതമായിരുന്നു മനസ്സ് നിറയെ. അങ്ങനെ എൻ്റെ മനസ്സിൽ അന്ന് എം എസ് സുബ്ലക്ഷ്മിയെ പോലെ പാട്ടുകാരിയാകണം. അപ്പോൾ എവിടുന്നാണ് എം എസ് സുബ്ലക്ഷ്മിയുടെ പാട്ടുകളൊക്കെ കേൾക്കുന്നതെന്ന്? എവിടെ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ കച്ചേരി ഉണ്ടെങ്കിലും അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു. വലിയ വലിയ ആൾക്കാരുടെ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ 5 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി സംഗീതം. ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ. അവസാനം LPR വർമ്മയുടെ കൂടെ പഠിച്ചു. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ, അങ്ങനെ അവരൊക്കെ അന്നത്തെ വലിയ ആൾക്കാരായിരുന്നു. 11ാമത്തെ വയസ്സിൽ അരങ്ങേറി. 11ാമത്തെ നമ്മൾ ആദ്യം കാണിച്ച കാവ് പോലുള്ള അതൊക്കെ? അതെ, എൻ്റെ അച്ഛൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ്റെ വീതത്തിലുള്ള സർപ്പക്കാവാണത് കാണിച്ചത്. അത് ഞങ്ങൾക്ക് വിൽക്കാനൊക്കില്ല. അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്. കവിയൂരാണ്. എൻ്റെ കസിൻ ബ്രദറിനെ ഞാൻ ഇപ്പം കാണിച്ച് ഇച്ചിരി കഷണ്ടി ആയിട്ട്. അപ്പോൾ അവിടെയായിരുന്നു ചേച്ചിയുടെ ചെറുപ്പം? ചെറുപ്പമല്ല, ഞാൻ ജനിച്ചത് അവിടെ. അത് കഴിഞ്ഞ് ഒരു അച്ഛന് ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് പൊൻകുന്നം കേട്ടിട്ടുണ്ടോ? പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലം, അവിടെയായിരുന്നു. 9 വയസ്സ് വരെ അവിടെ ആവണമെന്ന്. അപ്പോൾ ചങ്ങനാശ്ശേരി സംഗീതം പഠിക്കാനൊക്കെ പോകുമ്പോൾ അവിടുന്ന് വണ്ടി കയറ്റി ഇങ്ങോട്ട് അയക്കും വെള്ളിയാഴ്ച വൈകുന്നേരം. അമ്മയുടെ കൊച്ചമ്മ ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ. അവിടെ നിന്ന് സംഗീതം പഠിച്ചേച്ച് തിങ്കളാഴ്ച രാവിലെ തിരിച്ച് പൊൻകുന്നത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു അവിടെ സ്കൂളും. 11ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം. അപ്പോൾ അന്നൊക്കെ ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും സിനിമയുണ്ടോ അന്നൊക്കെ? അയ്യോ, ഞാൻ സിനിമയും കണ്ടിട്ടില്ല, നാടകവും കണ്ടിട്ടില്ല.
ഈ സംഗീതം കേട്ടതുകൊണ്ട് അന്ന് അത് മാത്രമായിരുന്നു, അതേ അറിയൂ. വേറെ പുറം ലോകത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരിക്കൽ തിരുനക്കര കോട്ടയത്ത് അമ്പലത്തിൽ വന്ന അന്നാണ് ആദ്യമായിട്ട് പുള്ളിക്കാരിയെ കാണുന്നത് ഞാൻ. വൈരമൂക്കുത്തിയും പട്ടുസാരിയൊക്കെ പൊതച്ച് തലനിറയെ പൂവും ഒക്കെ വെച്ച് ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ളത് ഞാനും ഇതുപോലൊരിക്കൽ വലിയ പാട്ടുകാരിയായി പട്ടുസാരി ഉടുത്ത് മുടിയൊക്കെ വൈരമൂക്കുത്തിയും കമ്മലും ഒക്കെ ഇട്ടിരുന്ന് പാടും. ഇത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അരങ്ങേറ്റത്തിന് വന്നപ്പോൾ 2 വർഷം ഞാൻ കവിയൂർ NSSൽ പഠിച്ചത് എത്രയാണെന്നൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഡിഗ്രി ഞാൻ ഇവരോട് പറഞ്ഞോളാം. വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ ചേച്ചി അത്രയും പഠിച്ചപ്പോൾ തന്നെ ചേച്ചി കാര്യങ്ങൾ മനസ്സിലായി, പിന്നെ കൂടുതൽ പഠിക്കാൻ അല്ല അതൊന്നും പറയണ്ട. വളരെ കൊച്ചിലേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അധികം പഠിക്കേണ്ട കാര്യമില്ല. അല്ല അത് തമാശയല്ല ഞാൻ പറയണത്. ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ ഭൂമി ഉണ്ടാക്കിയത് ആരാണെന്ന്. നമ്മൾ ഇന്നും ആലോചിച്ചിട്ടില്ല. അത് ഇന്നും ആലോചിക്കുന്നുണ്ട്, തല പുകയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഉത്തരം കിട്ടില്ലല്ലോ. ഇത് ആരാണ് ഉണ്ടാക്കിയെന്ന് ആലോചിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഒരിക്കൽ ആലോചിച്ച് ഭയങ്കര ഒരു അസ്വസ്ഥതയായപ്പോൾ അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛാ ഇതാരാ, ഇത് ഉണ്ടാക്കിയതാരാ, ഒരാളും ഉണ്ടാക്കണമല്ലോ, ഇതാരാ ഉണ്ടാക്കിയത്? അച്ഛൻ പറഞ്ഞു ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ എവിടെയാണുള്ളതെന്ന് അറിയണം. അപ്പോൾ പറഞ്ഞു ഈശ്വരൻ അരൂപിയാണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്, അപ്പോൾ ഒരിക്കലും കാണാൻ പറ്റില്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരിക്കലും കാണാൻ പറ്റില്ല. പിന്നെ ആലോചനയായി. അപ്പം ഞാൻ കുഞ്ഞിലേ വലിയ കാര്യങ്ങൾ, പക്ഷെ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും ഭ്രാന്താണെന്ന് പറയില്ലേ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആരോടും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം. അപ്പം അധികം പഠിക്കാതിരുന്നത് നന്നായി. കാരണം സാറന്മാരോടൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു, അവരൊക്കെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നടന്നു പോയേനെ. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും സിദ്ധു, ഞാൻ ഒരിക്കലും അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് അധികം കൂട്ടുകാരികളില്ല. എനിക്ക് അങ്ങനെ ഒരു ബഹളത്തിൽ പോകുന്നതോ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല, പണ്ടൊട്ടും ഇഷ്ടമല്ല. സംസാരിക്കില്ല. ഞാനിങ്ങനെ പറമ്പിലൊക്കെ നടന്ന് കിളികളെ നോക്കി അത് നോക്കി പാമ്പഴഞ്ഞു പോകുന്ന പാമ്പിനെ നോക്കി തുമ്പിയെ പിടിച്ച് ഒന്നിനെ ഉപദ്രവിക്കില്ല കേട്ടോ, അതിന്നുമില്ല. ഉറുമ്പിനെ പോലും ഞാൻ ഉപദ്രവിക്കില്ല, അറിഞ്ഞുകൊണ്ട് കൊല്ലില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാത്തതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ. ആ കാലത്ത് നമുക്ക് അടുപ്പമുണ്ടായിരുന്ന ചില ആളുകൾ, സഹോദരങ്ങൾ, അവരെയൊക്കെ നമ്മൾ വീണ്ടും കാണണം, അവരുമായിട്ടൊക്കെ വീണ്ടും പഴയ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്നൊക്കെ തോന്നില്ലേ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും സിനിമ പോലെ ഓരോന്നുണ്ട്, ആ ഓരോ സീനും ഇത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ മാറിപ്പോയി, കാപ്പിത്തോട്ടമായിപ്പോയി. കാപ്പിത്തോട്ടവും റബ്ബറും ഒക്കെ ആയിപ്പോയി. ആ വീടും ആ വീടിൻ്റെ പരിസരവും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അതൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ ചെല്ലുമ്പോൾ. ഒരുപാട് മാറിപ്പോയി. ആ പരിസരമൊക്കെ ആകെ മാറിപ്പോയി. 6.5 ഏക്കർ സ്ഥലത്ത് അതിൻ്റെ നടുക്കൊരു വലിയ വീട്, പക്ഷേ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അപ്പോൾ വൈകുന്നേരം, അന്ന് ഞങ്ങൾ 3 പെൺകുട്ടികളേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം സന്ധ്യാനാമം ജപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അനിയത്തിമാർ ഇത് ജപിച്ചു കഴിഞ്ഞാലല്ലേ ആഹാരം കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ അപ്പോഴും അങ്ങനെയാണ്. ഇതിങ്ങനെ വളരെ ആലോചിച്ചിരുന്നു, ഇത് എന്തിനാണ് ജപിക്കുന്നത്, എന്തിനാണ്, ആരെയാണ് ഇത് ജപിച്ചൊക്കെ കഴിഞ്ഞ് ഇവളുമാർ എണീറ്റ് പോയി. തൊട്ട് താഴെ കാപ്പിത്തോട്ടം. ആകെ ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ വല്ലാത്തൊരു അന്തരീക്ഷമാണ്, ഇരുട്ടും. ഞാനിങ്ങനെ ആലോചിച്ച് അതൊരു വീർപ്പുമുട്ടലായി, കരച്ചിലായി, ഭയങ്കര പ്രശ്നം. അപ്പോൾ അച്ഛനും അമ്മയും തീരുമാനിച്ചു, കൊച്ചെന്തിനെയോ കണ്ടു പേടിച്ചു. അപ്പോൾ ഈ അന്നൊക്കെ ഈ ചക്രം കയ്യിൽ കെട്ടും, തുണിയിൽ ചുരുട്ടി ഇങ്ങനെ ജപിച്ചെന്തൊക്കെയോ കെട്ടും. ഇതുകൊണ്ട് കെട്ടുന്നു, എന്നെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് ഓടി നടക്കുന്നു, ചോദിക്കുന്നു എന്താ. അവസാനമായപ്പോൾ എനിക്കൊരു നാണവും വരുന്നു. ഏങ്ങി കരയാ. എന്തിനാ കരഞ്ഞെന്നറിയാമോ? വയസ്സാകുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോവില്ലേ, അത് ആലോചിച്ചായിരുന്നു ഈ കരഞ്ഞത് മുഴുവനും. അതാണ് ഞാൻ.